Okay. Faraday's law of electromagnetic induction. Faraday's law, ലെൻസ് ലോയും കൂടെ മിക്സ് ചെയ്ത് ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. പ്ലസ് ടുവിന് പഠിച്ചതാണ്. ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് ഈക്വൽ ടു മൈനസ് d∅/dt. ഇത് കണക്കൊരു കോയിലിൽ ഒരു മാഗ്നറ്റിക് നീഡിൽ മാഗ്നറ്റിക് റോഡ് ഇൻസേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. ആ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ഒരു ഇ എം എഫ് ഉണ്ടാവും. അതിൻ്റെ ഫലമായിട്ടൊരു കറണ്ട് ഫ്ലോ ചെയ്യും. ആ ഇ എം എഫിനെയാണ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയുന്നത്. ഈ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എ സി കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിലൂടെ കടന്നു പോകുന്ന നമ്പർ ഓഫ് ലൈൻസ്, ആ നമ്പർ ഓഫ് ലൈൻസിനാണ് നമ്മളിവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ഫ്ലക്സ് ഫൈ സിക്കൽ ടു നിങ്ങൾക്കറിയാം ബി മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി ഇൻറ്റു ഏരിയ. അപ്പം ഇത് ഏരിയ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റിയും വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് ഇതിൻ്റെ പ്രോഡക്റ്റാണ് നമ്മുടെ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഫ്ലക്സ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്, അതുകൊണ്ട് നമ്മൾ ഡോട്ട് പ്രോഡക്റ്റാണ് സെലക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിനെ നമുക്ക് ബി എ കോസ് തീറ്റ എന്ന് എഴുതാം. അപ്പോൾ നമ്മളൊരു കോയിൽ മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റ് ചെയ്താലും ഫ്ലക്സിൻ്റെ ഇക്വേഷൻ ഇത് തന്നെ ആയിരിക്കും. അപ്പോൾ ഒരു കോയിൽ മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റ് ചെയ്താൽ ആ കോയിലിൽ ഒത്തിരി ടേൺസ് ഉണ്ടെങ്കിൽ, ഒത്തിരി ചുറ്റുകളുണ്ടെങ്കിൽ ഫൈ ഈസിക്കൽ ടു ഇക്വേഷൻ നമുക്കൊന്നുകൂടെ മാറ്റാം. ബി എ എൻ എന്ന് പറയുന്ന നമ്പർ ഓഫ് ടേൺസ് കോസ് തീറ്റ. നമുക്കറിയാം തീറ്റ എന്ന് പറയുന്നത് ഒമേഗ ടി ആണ്. അതുകൊണ്ട് നമുക്ക് ഇക്വേഷന് ബി എ എൻ കോസ് ഒമേഗ ടി എന്നെഴുതാം. അപ്പോൾ ഇനി നമുക്ക് ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് എങ്ങനെയാണ് ഒരു എ സി കറണ്ട് ഉണ്ടാകുന്നത്. ഇത് ഒരു കോയിൽ, ഇത് മാഗ്നറ്റിക് ഫീൽഡാണ്. ഇത് മാഗ്നറ്റിക് ഫീൽഡ്, ഇതാണ് അതിൻ്റെ ഡയറക്ഷൻ. ഇതൊരു റെക്റ്റാങ്കുലർ കോയിലാണ്, അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അപ്പോൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആംഗിൾ, ഇതുമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആംഗിൾ തീറ്റ. റെക്റ്റാങ്കുലർ കോയിലിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എ ആണ്. അതിലൂടെ കടന്നു പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ബി ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈ ഈസിക്കൽ ടു ഇതിൽ നമ്പർ ഓഫ് ടേൺസ്, ഒത്തിരി ടേൺസ് ഉണ്ട്. അപ്പോൾ ഒത്തിരി ടേൺസ് ഉണ്ടെങ്കിൽ ഫൈ ഈസിക്കൽ ടു ബി എ എൻ കോസ് ഒമേഗ ടി എന്ന് എഴുതാം. കോസ് തീറ്റ അല്ലെങ്കിൽ കോസ് ഒമേഗ ടി. അപ്പോൾ നമ്മൾ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇ ഈസിക്കൽ ടു മൈനസ് d∅/dt. അപ്പോൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസിക്കൽ ടു മൈനസ് d/dt ഓഫ് ബി എ എൻ കോസ് ഒമേഗ ടി. കോസിൻ്റെ ഡിഫറൻസിയേഷൻ മൈനസ് സൈനാണ്. അപ്പോൾ ആ മൈനസും ഈ മൈനസും ക്യാൻസൽ ആയിപ്പോവും. അപ്പോൾ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ദാറ്റ്സ് ഈക്വൽ ടു ടൈമിലാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്, ബി എ എൻ ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ടി ഇങ്ങനെ കിട്ടും. ഇതാണ് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ. അതിൽ ഇത്രയും ടേംസ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഈ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. ഇ ഈസിക്കൽ ടു E0 സൈൻ ഒമേഗ ടി. അതിൽ E0 എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ കണ്ട ബി എ എൻ ഒമേഗ, ഇത്രയും ടൈം അടങ്ങുന്നതാണ്. അപ്പോൾ ഇതൊരു നമുക്കൊരു വേവ് ഫോമിൽ വരച്ചെടുത്താൽ നമുക്ക് ഒരു ഇങ്ങനെ ഒരു സൈൻ വേവ് പോലെ, ഇതാണ് ഇ ഈസിക്കൽ ടു E0 സൈൻ ഒമേഗ ടി. ഒമേഗ ടി ഇങ്ങോട്ടാണ് വേരി ചെയ്യുന്നത്. ഇത് ഇ ആണ് വേരി ചെയ്യുന്നത്.
അപ്പോൾ ഈ വരുന്നത് അതിൻ്റെ മാക്സിമം വാല്യൂ ആണ് എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ ആണ് E0. നെഗറ്റീവ് ഡയറക്ഷനിലും മാക്സിമം വാല്യൂ വരും. അപ്പോൾ ഈ വാല്യൂ എന്ന് പറയുന്നത് E0 ആണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഓൾട്ടർനേറ്റിംഗ് EMF എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് EMF പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് 2 വാല്യൂസ് പഠിക്കാനുണ്ട്. ആവറേജ് വാല്യൂ പഠിക്കാനുണ്ട്. മാക്സിമം വാല്യൂ എന്ന് പറയുന്നതാണ്. മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി ഫംഗ്ഷനാണ്. അല്ലെങ്കിൽ ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്. അതിനെയാണ് നമുക്ക് മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്. നമുക്ക് ആവറേജ് വാല്യൂ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ എഫക്റ്റീവ് വാല്യൂ അല്ലെങ്കിൽ RMS വാല്യൂ, ഈ 2 വാല്യൂസ് കണ്ടുപിടിക്കാൻ. ഡെറിവേഷനായിട്ട് ചെയ്യാനില്ല, ഞാൻ സിമ്പിൾ സ്റ്റെപ്പിലാണ് ചെയ്തേക്കുന്നത്. ഡെറിവേഷൻ ചെയ്യേണ്ട. ടൈം വളരെ കുറച്ചിട്ടാണ് നിങ്ങളുടെ സിലബസിൽ കിടക്കുന്നത്. അതുകൊണ്ട് ഡെറിവേഷൻ്റെ പാർട്ടിലേക്ക് നിങ്ങൾ പോകണ്ട. ജസ്റ്റ് ഒരു ഫംഗ്ഷൻ എഴുതിയാൽ മാത്രം മതിയാവും. ഓക്കെ.